Welcome to BSc Main Physics. Semester 6, Paper 2, Nuclear and Particle Physics. Today, this is class number 17, Radioactive Series. BSc Main Physics, Nuclear and Particle Physics. So, what is radioactive series? Let us see the meaning of radioactive series. Radioactive series എന്താണ് നമുക്ക് നോക്കാം. What is the meaning of radioactive series? With the help of displacement law, you have studied displacement law. With the help of displacement law, one can determine easily the mass number and atomic number of different members of a radioactive changes if the mass number and atomic number of the parent are known. With the help of displacement law in radioactivity, one can determine easily the mass number and atomic number of different members of a radioactive changes if the mass number and atomic number of the parent are known. അപ്പോൾ നമുക്കറിയാം ഒരു റേഡിയോactive സീരീസിൽ ആദ്യം ഒരു പേരൻറ്റ്, പിന്നെ ഒരു ഡോട്ടർ, അതിലെ ഡോട്ടർ, അങ്ങനെ സീരീസ് കണ്ടിന്യൂ ചെയ്യും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ യുറേനിയം 238 അത് തോറിയമായിട്ട് മാറും, പിന്നെ അടുത്ത എലമെൻ്റായിട്ട് മാറും, അവസാനം സ്റ്റേബിൾ ലെഡായിട്ട് മാറും. ഇതൊരു സീരീസാണ്. ഇത്തരം 4 സീരീസ് ഉണ്ടെന്നാണ് പറയുന്നത്. 4 സീരീസ് ഉണ്ട് റേഡിയോactive സീരീസ്. ആദ്യമേ ഒരു പേരൻ്റ് എലമെൻറ്റ്, പിന്നെ അതിൻ്റെ ഡോട്ടർ അങ്ങനെ പോയിട്ട് സ്റ്റേബിൾ എലമെൻറ്റിൽ എത്തിച്ചേരും. അപ്പോൾ ആദ്യത്തെ പേരൻ്റ് ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പറും അതുപോലെ മാസ് നമ്പറും അറിയാമെങ്കിൽ തുടർന്നുണ്ടാകുന്ന ഡോട്ടേഴ്സിൻ്റെ മാസ് നമ്പരും അറ്റോമിക് നമ്പരും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വെച്ച് കണ്ടുപിടിക്കാവുന്നതാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വെച്ച് തുടർന്ന് വരുന്ന ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും കാണാം. നമുക്കറിയാമല്ലോ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. റേഡിയോ ആക്ടിവിറ്റി സംഭവിക്കുമ്പോൾ ഒരു സമയത്ത് ആൽഫ പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ അറ്റോമിക് നമ്പർ 4 കുറയും, അറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നത് എങ്കിൽ അറ്റോമിക് നമ്പറും അറ്റോമിക് നമ്പർ 1 കൂടുകയും മാസ് നമ്പറിന് മാറ്റമില്ലാതിരിക്കുകയും ചെയ്യും. ഗാമാറെ എമിറ്റ് ചെയ്താൽ അറ്റോമിക് നമ്പറും മാറില്ല, മാസ് നമ്പറും മാറില്ല. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ആ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വെച്ചിട്ട് ഒരു റേഡിയോactive സീരീസിലെ എല്ലാ എലമെൻറ്റുകളുടെയും മാസ് നമ്പറും അറ്റോമിക് നമ്പറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ പേരൻറ്റിൻ്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും അറിയാമെങ്കിൽ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ലോ വെച്ചിട്ടാണ് സീരീസിലെ മെമ്പേഴ്സിൻ്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും കണ്ടുപിടിക്കുക. ദ ഡിഫറെൻ്റ് ആറ്റംസ് പ്രൊഡ്യൂസ്ഡ് at different stages will be a series. The first member of the series is called a parent. The intermediate members are called daughters, and the final stable element is called the end product. അപ്പോൾ ആ സീരീസിലെ ആദ്യത്തെ എലമെൻറ്റിനെ പേരൻ്റ് എന്നും മറ്റത് തുടർന്ന് വരുന്ന ഇൻ്റർമീഡിയറ്റ് എലമെൻറ്റ്സിനെ നമ്മൾ ഡോട്ടേഴ്സ് എന്നും പറയും. അവസാനത്തെ സ്റ്റേബിൾ എലമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എൻഡ് പ്രോഡക്റ്റ്. ലാസ്റ്റ് എലമെൻറ്റ് ഇപ്പോൾ അത് മിക്കവാറും ലെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചില സീരീസിൽ ബിസ്മത്ത് ആയിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് എലമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് എൻഡ് പ്രോഡക്റ്റ്. ഒരു സീരീസിൽ പേരൻ്റ് എലമെൻറ്റ് കാണും, നമ്പർ ഓഫ് ഡോട്ടേഴ്സ് കാണും, പിന്നീട് എൻഡ് പ്രോഡക്റ്റും കാണും. ദ ഫോളോയിങ് ആർ ദി 4 ഡിഫറെൻറ്റ് റേഡിയോactive സീരീസ്. ഇനി പറയുന്നതാണ് പ്രധാനപ്പെട്ട റേഡിയോactive സീരീസുകൾ. നമ്പർ 1 തോറിയം സീരീസ്, 2 നെപ്റ്റ്യൂണിയം സീരീസ്, 3 യുറേനിയം സീരീസ് ആൻഡ് 4 ആക്ടിനിയം സീരീസ്. 4 സീരീസുകളാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. 1 തോറിയം സീരീസ്, 2 നെപ്റ്റ്യൂണിയം സീരീസ്, 3 യുറേനിയം സീരീസ് ആൻഡ് 4 ആക്ടിനിയം സീരീസ്. An explanation can be given as to why there are exactly 4 series. എന്തുകൊണ്ട് ഈ 4 സീരീസ് മാത്രം ഉണ്ടാകുന്നു, അതിന് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ്
ഈ സീരീസുകൾ 4 മാത്രം എന്നുള്ളതിന് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. We know that alpha decay reduces the mass number by 4. ആൽഫ ഡിക്കയിൽ എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെ മാസ് നമ്പർ 4 കുറയുന്നത്. Thus the nuclides whose mass numbers are all given by A is equal 4n. അപ്പോൾ 4 വെച്ച് പറഞ്ഞതുകൊണ്ട് നമുക്ക് 4n അറ്റോമിക് നമ്പർ 4n വെച്ചുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അറ്റോമിക് നമ്പർ ഈക്വൽ ടു A is equal 4n can decay into one another in descending order of mass number. അപ്പോൾ ഈ 4 ഇപ്പോൾ A is equal 4n ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഡിസെൻഡിങ് ഓർഡർ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. All radioactive nuclides whose mass numbers obey A is equal 4n are said to form 4n series. Similarly, there are 4n plus 1, 4n plus 2 and 4n plus 3 series. അതായത് ആദ്യത്തെ സീരീസിനെ A is equal 4n സീരീസ് എന്ന് പറഞ്ഞാൽ മറ്റ് സീരീസുകൾ തുടങ്ങുന്നത് 4n plus 1, 4n plus 2, 4n plus 3 എന്നിങ്ങനെ കരുതാം. കാരണം ആൽഫ എമിറ്റ് ചെയ്യുമ്പോൾ മാസ് നമ്പർ 4 കണ്ടാണ് കുറയുന്നത്. The following table gives the important radioactive series, their parent nuclides, half-life period and the end products. അപ്പോൾ താഴെ ഒരു ടേബിൾസ് ഉണ്ട്. ആ ടേബിൾസിലെ സംഖ്യകളൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇത് എഴുതുമ്പോൾ റേഡിയോആക്റ്റീവ് സീരീസ് പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ ഈ ടേബിൾ കൂടി ഒന്ന് എഴുതുന്നത് അത് ആ നോട്ട് പൂർണ്ണമാക്കും, ഉത്തരം പൂർണ്ണമാക്കും. The following table gives the 4 important radioactive series and their parent nuclides, half-life periods and the end products. What are they? അപ്പോൾ ഇതാണ് ആ ഒരു ടേബിള്. ഇവിടെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടെന്ന് നോക്കുക. ഇവിടെ ഫസ്റ്റ് കോളം മാസ് നമ്പർ, സെക്കൻഡ് കോളം സീരീസിൻ്റെ പേര്, തേർഡ് പേരൻ്റ് ഏതാണ്, ആദ്യ പേരൻ്റ് ഏതാണ്, പിന്നെ ടി ഹാഫ് അതായത് ഹാഫ് ലൈഫ് പീരീഡാണ് പറയുന്നത്, പിന്നെ സ്റ്റേബിൾ എൻ പ്രോഡക്റ്റ് ആണ് പറയുന്നത്. ഇപ്പോൾ ഫോറൻ സീരീസ് അതിന് തോറിയൻ സീരീസ് എന്നാണ് പറയുന്നത്. തോറിയാണ് ബിഗിനർ, ഫസ്റ്റ് പേരൻ്റ് 90 Th232 ആണ്. അതിൻ്റെ ഹാഫ് ലൈഫ് സിലർ കൂട്ടിയാൽ 1.39 × 10⁻10 ഇയർ. ഒരെണ്ണത്തിന് മാത്രമല്ല, ആ സീരീസിലെ എലമെൻറ്റുകളുടെ ഹാഫ് ലൈഫിൻ്റെ സമ്മാണത്. ആ സീരീസിൽ സ്റ്റേബിൾ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 82 Pb208 ആണ്. അതാണ് സ്റ്റേബിൾ എൻ പ്രോഡക്റ്റ്. അത് കഴിഞ്ഞാൽ ഈ റേഡിയോആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യും. കാരണം ലെഡ് വരെ നിൽക്കും. ലെഡ് പിന്നെ റേഡിയോആക്റ്റീവ് അല്ല, തോറി റേഡിയോആക്റ്റീവ് ആണ്. ഇടയ്ക്ക് കുറച്ച് എലമെൻറ്റ്സ് എല്ലാം റേഡിയോആക്റ്റീവ് ആണ്. അവസാനം റേഡിയോ ആക്ടിവിറ്റി ഇല്ലാത്ത ലെഡിൽ വന്ന് അവശേഷിക്കും. ലെഡാണ് ആ സീരീസിലെ എൻഡ് പ്രോഡക്റ്റ്. അടുത്തത് 4n+1 സീരീസ്, അതിനെ നെപ്റ്റ്യൂണിയൻ സീരീസ് എന്ന് പറയും. അതിൻ്റെ പേരൻ്റ് എലമെൻറ്റ് 93 Nb237 ആണ്. ഹാഫ് ലൈഫ്സ് എല്ലാം കൂട്ടിയാൽ 2.25 × 10⁻6 ഇയർ എന്ന് കിട്ടും. സ്റ്റേബിൾ എലമെൻറ്റ് 83 ബിസ്മത്ത് 209 ആണ്. എല്ലായ്പ്പോഴും സ്റ്റേബിൾ എലമെൻറ്റ് ലെഡ് തന്നെ വേണമെന്നില്ല. ഈ സീരീസിൽ എൻഡ് പ്രോഡക്റ്റ് ലാസ്റ്റ് ബിസ്മത്താണ്. പിന്നെ അടുത്ത 4n+2 സീരീസ്, ഇതിനെ യുറേനിയം സീരീസ് എന്ന് പറയും. യുറേനിയം സീരീസ് 92 U238 ആണ് എലമെൻറ്റ്, സ്റ്റാർട്ടിങ് എലമെൻറ്റ്. അത് എൻ്റെ ഹാഫ് ലൈഫ്സ് കിട്ടുന്ന 4.51 × 10⁻9 ഇയേഴ്സ്. ലാസ്റ്റ് സ്റ്റേബിൾ എലമെൻറ്റ് എൻഡ് പ്രോഡക്റ്റ് 82 Pb206. അടുത്ത 4n+3 സീരീസാണ്. അതിനെ ആക്ടീനിയം സീരീസ് എന്ന് പറയും. 92 U235 അതിനെ വിളിക്കുന്ന പേര് ആക്ടീനിയം. അതിൻ്റെ ഹാഫ് ലൈഫ്സ് എല്ലാം കൂട്ടിയാൽ 7.07 × 10⁻8. എൻഡ് പ്രോഡക്റ്റ് 82 Pb207. ഇതാണ് 4 സീരീസ്. ഈ ടേബിൾ ഒന്ന് പഠിച്ച് കൊള്ളണം റേഡിയോആക്റ്റീവ് സീരീസ് പഠിക്കുമ്പോൾ. ഇനി നിങ്ങൾ ഈ കെമിസ്ട്രി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്. കെമിസ്ട്രി പഠിച്ചുള്ളവർക്കറിയാം ഒരു സീരീസിൽ എത്ര ആൽഫ ഉണ്ടാകും, അല്ലെങ്കിൽ എത്ര ബീറ്റാ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യും എന്നൊരു ചോദ്യം. അത്തരം ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഒരു റേഡിയോആക്റ്റീവ് സീരീസ് എടുത്താൽ ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു, എത്ര ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അതിനൊരു ഫോർമുല പോലെ അങ്ങ് പഠിച്ചാൽ മതി. പെട്ടെന്ന്
കണ്ടുപിടിക്കാം, അല്ലാതെ നമുക്ക് കൂട്ടി നോക്കി എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആദ്യൊരു ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ആർ റേഡിയോആക്റ്റീവ് സീരീസ്? എന്താണ് റേഡിയോആക്റ്റീവ് സീരീസ് എന്ന് പറഞ്ഞാൽ, ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഡീകേ കോൺസ്റ്റൻറ്റ് ആൻഡ് ഹാഫ് ലൈഫ് ഓഫ് റേഡിയോആക്റ്റീവ് സബ്സ്റ്റൻസ്. അത് നമ്മൾ പ്രീവിയസ് ആയിട്ട് പഠിച്ചതാണ്. ഇങ്ങനൊരു എസ് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ അത് റിപ്പീറ്റ് ചെയ്തത്. റേഡിയോആക്റ്റീവ് സീരീസ് പറയണം, പിന്നെ ഹാഫ് ലൈഫും അതുപോലെ മീൻ ലൈഫും പറയണം, ഡെറിവേഷൻ പറയണം. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ഡീകേ കോൺസ്റ്റൻറ്റ് ആൻഡ് ഹാഫ് ലൈഫ് ഫോർ റേഡിയോആക്റ്റീവ് substance and substance or series. Explain alpha decay. ആൽഫ ഡീകെ കൂടി പറയണം. ആൽഫ ഡീകെ നമ്മൾ അടുത്ത കേസായിട്ടാണ് പറയുന്നത്. ആൽഫ ഡീകെ കൂടി ചേർത്താണ് എസ് ഐ ചോദിച്ചത്. ആൽഫ ഡീകെ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇനി ഒരു ഷോർട്ട് ആൻസറാണ്. യുറേനിയൻ ഐസോട്ടോപ്പ് 92U238 ഫൈനലി ഈസ് റെഡ്യൂസ്ഡ് ടു സ്റ്റേബിൾ 82 Pb206 by successive disintegration emitting alpha and beta particles. How many alpha and beta particles are produced? You look at the problem. Uranium isotope 92U238 finally is reduced to stable 82 Pb206 by successive disintegration emitting alpha and beta particles. How many alpha and beta particles are produced? ഇപ്പോൾ യുറേനിയം ഐസോട്ടോപ്പാണ് 92U238. അത് സ്റ്റേബിൾ 82 Pb206 ആയിട്ട് മാറുകയാണ് ഫൈനലി ബൈ സക്സസീവ് ഡിസിൻറ്റഗ്രേഷൻ. അപ്പോൾ ഈ പ്രോസസ്സിൽ എത്ര ആൽഫ പാർട്ടിക്കിൾസ് എത്ര ബീറ്റ പാർട്ടിക്കിൾസ് ഉണ്ടാകും എന്ന് പറയണം. അതിന് ആൽഫ പാർട്ടിക്കിളിൻ്റെ ഒരു ഇക്വേഷൻ മോഡൽ പഠിച്ചാൽ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സീരീസ് ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു A1 - A2/4. ഇപ്പോൾ A1 എന്ന് പറഞ്ഞാൽ പേരൻറ്റിൻ്റെ മാസ് നമ്പറാണ്. പിന്നെ A2 എന്ന് പറഞ്ഞാൽ എൻഡ് പ്രോഡക്റ്റിൻ്റെ മാസ് നമ്പറാണ്. ഇവിടെ പേരൻറ്റ് 92U238 ആണ്. അപ്പോൾ A1 238 ആണ്. എൻഡ് പ്രോഡക്റ്റ് 82 Pb206 ആണ്. അപ്പോൾ A2 206 ആണ്. അത് സൈഡ് എഴുതിയിട്ടുണ്ട് കേട്ടോ. 82U238 അല്ല 92U238 താഴെ 82 Pb206. അപ്പോൾ ഈ ഫസ്റ്റ് ആദ്യത്തെ പേരൻറ്റിൻ്റെ മാസ് നമ്പർ 238 ആണ്. പിന്നെ എൻഡ് പ്രോഡക്റ്റ് മാസ് നമ്പർ 206 ആണ്. അപ്പോൾ A1 - A2 238 - 206/4 ദാറ്റ് ഈസ് 32/4 8 ആൽഫ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആൽഫ പാർട്ടിക്കിൾ എണ്ണം കണ്ടുപിടിച്ചാൽ പിന്നെ ബീറ്റ പാർട്ടിക്കിൾ എണ്ണം കാണുന്ന രീതിയാണ്. ബീറ്റ പാർട്ടിക്കിളിൻ്റെ എണ്ണം കാണുന്ന രീതിയാണ് ബി, സ്മോൾ ബി 2 ആൽഫ മൈനസ് ഓഫ് Z1 - Z. അതായത് ഈ ടോയ്സ് ആൽഫയിൽ നിന്ന് ആൽഫയുടെ എണ്ണത്തിൽ നിന്ന് ഈ അറ്റോമിക് നമ്പർ ഡിഫറൻസ് കുറച്ചാൽ മതി. ദാറ്റ് ഈസ് 2 × 8 മൈനസ് ആദ്യ പേരൻറ്റ് അതിൻ്റെ അറ്റോമിക് നമ്പർ 92 ആണ്. എൻ പ്രോഡക്റ്റ് 82 ആണ്. അപ്പോൾ ബ്രാക്കറ്റിനകത്ത് 92 - 82 ദാറ്റ് ഈസ് 16 - 10 6 ബീറ്റ പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന 92U238 സീരീസിൽ 8 ആൽഫ പാർട്ടിക്കിൾസ് 6 ബീറ്റ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ അടുത്തൊരു സീരീസ് കൊടുക്കുകയാണ്. സെയിം ക്വസ്റ്റ്യൻ ടൈപ്പ് റിപ്പീറ്റഡ്. തോറിയം ഐസോട്ടോപ്പ് 90Th232 reduces finally to 82 Pb. അതിൻ്റെ ടോപ്പ് സ്ക്രിപ്റ്റ് അടുത്ത പേജിലുണ്ട്. Pb208 കേട്ടോ, ഈ സൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ലുക്ക് അത് സൈഡിൽ കാണിച്ചിരിക്കുന്ന 82 Pb208. Calculate the number of alpha particles and beta particles. Number of alpha particles A is A1 - A2/4. A1 is 232. A2 is 208. So 232 - 208/4. 24/6 is equal to 6. Number of beta particles B is equal to 2A minus Z1 minus Z2. That is 12 minus of 90 minus 82. 12 minus 8. That is 4. അപ്പോൾ ഈ സീരീസിൽ തോറിയം സീരീസിൽ 6 ആൽഫ പാർട്ടിക്കിളും 4 ബീറ്റ പാർട്ടിക്കിളും പ്രൊഡ്യൂസ് ചെയ്യും. 6 ആൽഫ പാർട്ടിക്കിൾസ് ആൻഡ് 4 ബീറ്റ പാർട്ടിക്കിൾസ് ആർ പ്രൊഡ്യൂസ്ഡ്.
ഇനിയാണ് നമ്മൾ ആൽഫ ഡി കെ എന്ന് പറയുന്ന കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. ആൽഫ ഡി കെ, ആൽഫ ഡിസിൻറ്റഗ്രേഷൻ. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലൈഡിൽ നിന്ന് ആൽഫ പാർട്ടികൾ എമിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഡി കെ, ആൽഫ ഡിസിൻറ്റഗ്രേഷൻ. ആൽഫ ഡിസിൻറ്റഗ്രേഷൻ സംഭവിച്ചാൽ ഒരു പുതിയ എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആൽഫ ഡി കെ എന്താണ്, അതിനെ പറ്റിയുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി പോലെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആൽഫ എമിഷനെ വിളിക്കുന്ന പേരാണ് ആൽഫ ഡി കെ അല്ലെങ്കിൽ ആൽഫ ഡിസിൻറ്റഗ്രേഷൻ. ആൽഫ ഡി കെ മീൻസ് എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ബൈ എ radioactive substance. The alpha decay mode was identified by Rutherford in 1899. Rutherford ആണ് ആൽഫ ഡി കെ, ആൽഫ പാർട്ടിക്കിൾ ഡിസിൻറ്റഗ്രേഷനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ആൽഫ ഡി കെ. ആൽഫ ഡി കെക്ക് എന്തെല്ലാം പ്രത്യേകതയുണ്ട്, ആൽഫ ഡിസിൻറ്റഗ്രേഷന് എന്തെല്ലാം പ്രത്യേകതയുണ്ട്? അപ്പോൾ ഒന്നാമത്തെ ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി. ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്താണെന്ന് പറയണം. ഒന്നാമത്തെ ഇതിൻ്റെ ഫീച്ചറാണ്. ഈ ആൽഫ ഡി കെയുടെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. വെൻ ആൽഫ ഡിസിൻറ്റഗ്രേഷൻ ടേക്സ് പ്ലേസ്, ദ മാസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പേരന്റ് ന്യൂക്ലിയസ് ആൻഡ് ദ ഡോട്ടർ ന്യൂക്ലിയസ് gives rise to the disintegration energy Q. ഇപ്പോൾ ആൽഫ ഡിസിൻറ്റഗ്രേഷന് ഒരു എനർജി ഉണ്ട്. അത് അറിയുന്നത് എങ്ങനെയാണ്? വെൻ ആൽഫ പാർട്ടിക്കിൾ ഡിസിൻറ്റഗ്രേഷൻ ടേക്സ് പ്ലേസ്, ദ മാസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ പേരന്റ് ന്യൂക്ലിയസ് ആൻഡ് ദ ഡോട്ടർ ന്യൂക്ലിയസ് gives rise to the ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി. ഇപ്പം മാസ് ഡിഫറൻസ് ആണ് പേരൻറ്റും ഡോട്ടറും അല്ലെങ്കിൽ എൻ പ്രോഡക്റ്റും തമ്മിലുള്ള, അല്ലെങ്കിൽ ഡോട്ടറും തമ്മിലുള്ള, എൻ പ്രോഡക്റ്റിലെ ഡോട്ടറും തമ്മിലുള്ള മാസ് ഡിഫറൻസ് ആണ് നമുക്ക് ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി തരുന്നത്. ദിസ് എനർജി Q ഈസ് ഈക്വൽ ടു ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്താണ്? ദിസ് എനർജി Q ഈസ് ഈക്വൽ K ഓഫ് ആൽഫ പാർട്ടിക്കിൾ പ്ലസ് K ഓഫ് ഡോട്ടർ ന്യൂക്ലിയസ്. അപ്പോൾ ആൽഫ പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജിയും ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ കൈനറ്റിക് എനർജിയും കൂട്ടി കിട്ടുന്ന സംഖ്യയെ വിളിക്കുന്ന പേരാണ് ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി. എന്താണ് ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി? ഇറ്റ് ഈസ് ദി സം ഓഫ് K ഓഫ് alpha particle and K of daughter nucleus. It is the disintegration energy that is released during alpha decay process. അപ്പോൾ ആൽഫ ഡിക്കേ പ്രോസസ്സിൽ ഉണ്ടാകുന്ന എനർജിയാണ്, റിലീസ് ചെയ്യുന്ന എനർജിയാണ് ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജി എന്ന് പറയുന്നത്. ഡിസിൻറ്റഗ്രേഷൻ മീൻസ് ഡിക്കേ. ഇനി കണ്ടീഷൻ ഫോർ ആൽഫ ഡിക്കേ. കണ്ടീഷൻ ഫോർ ആൽഫ ഡിക്കേ. ദ നെസസറി കണ്ടീഷൻ ഫോർ ആൽഫ ഡിക്കേ ഈസ് ദി ഡിസിൻറ്റഗ്രേഷൻ എനർജി ഷുഡ് ബി പോസിറ്റീവ്. ദ ചാർജ് ആൻഡ് ദി ന്യൂക്ലിയർ നമ്പർ ആർ കൺസർവ്ഡ്. ആ കൺസർവ്ഡ് എന്നുള്ള വാക്ക് താഴെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കിയേ, രണ്ടാമത്തെ ഫീച്ചർ കണ്ടീഷൻ ഫോർ ആൽഫ ഡി കെ. ആൽഫ ഡി കെയുടെ രണ്ടാമത്തെ ഫീച്ചറായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. ദ നെസസറി കണ്ടീഷൻ ഫോർ ആൽഫ ഡി കെ ഈസ് ദി ഡിസിൻറ്റഗ്രേഷൻ എനർജി ഷുഡ് ബി പോസിറ്റീവ്. ദ ചാർജ് ആൻഡ് ദി ന്യൂക്ലിയർ നമ്പർ ആർ കൺസർവ്ഡ്. ചാർജും ന്യൂക്ലിയർ നമ്പറും കൺസർവ്ഡ് ആണ്. അപ്പോൾ ആൽഫ ഡിസിൻറ്റഗ്രേഷൻ എനർജിക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അത് നമുക്ക് കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് ഓൾ വിത്ത് ക്ലാസ് നമ്പർ 17 ഓഫ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. വി കണ്ടിന്യൂ. താങ്ക് യു.